ആ ഫീൽഡിൽ നിൽപ്പും ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ കാണുമ്പോഴത്തെ വളരെ വിഷമം തോന്നി പറഞ്ഞാൽ ഒരു സൈഡിൽ ഇന്ത്യ അടിക്കുമ്പോഴും ഇന്ത്യ ജയിക്കുമ്പോഴും മറു സൈഡിൽ സഞ്ജുവിൻ്റെ ഈ നിൽപ്പും വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ കിട്ടിയില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ വളരെ വളരെ ഒരു വിഷമം തോന്നി. കാരണം ഉരുകിയാണ് സഞ്ജു സാംസൺ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആരെയും കംപ്ലയിൻസ് ഒന്നും ഇല്ല കേട്ടോ, കംപ്ലയിൻസ് പറയാനൊന്നുമില്ല. കിട്ടാനുള്ള അവസരങ്ങൾ ആവശ്യത്തിന് നല്ല രീതിയിൽ സഞ്ജു സാംസൺ കിട്ടി. ഇപ്പോൾ ഈ 5 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അവിടെ പെർഫോം ചെയ്യണം, അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അപ്പോൾ ഇഷാൻ കിഷൻ ഡിസർവിങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100%. സഞ്ജു ഓർ ഇഷാൻ എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഇഷാൻ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ വേറെ കാര്യമുണ്ട്, ചില മലയാളികൾ ഇരുന്ന് ഈ ഒരു അവസരം മുതലാക്കിയിട്ട് സഞ്ജു സാംസൺ എടുത്ത് അലക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറച്ച് മലയാളികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്ത്യൻ ടീമിൽ ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ ടീമിൽ 11 പേരിൽ ഒരാളായിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് ചെറിയ കാര്യമല്ല. ഒരു മലയാളി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവുകൊണ്ടാണ്, അത് അവൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ്. അവൻ്റെ വീഴ്ച എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ആഘോഷിക്കുന്നവരോട് വളരെ സഹതാപം മാത്രമേ ഉള്ളൂ. എത്ര പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും മലയാളിയെ സംബന്ധിച്ച് അഭിമാനം തന്നെയാണ്. കൂടെ എന്തായാലും നിൽക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല.